വ്യാജരേഖ പരാതിയിൽ അൻവർ സാദത്ത് എംഎൽഎക്ക് കൂടുതൽ കുരുക്ക്. കേസെടുക്കാത്തതിനെതിരെ പരാതിക്കാരൻ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വ്യാജ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ജനപ്രതിനിധിയായി തുടർന്നുവെന്ന പരാതിയിൽ പോലീസ് കേസ് എടുത്തിരുന്നില്ല. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. മിഥുൻ, അതായത് ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു പരാതി നൽകുന്നു, പക്ഷെ പോലീസ് അനങ്ങിയില്ല. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. പരാതിക്കാരൻ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും രാഖി, അശ്വതി, അൻവർ സാദത്ത് എംഎൽഎക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കടുപ്പത്തിലാവുകയാണ് എന്നുള്ളതാണ്. രാഹുൽ കെട്ടി എന്ന് പറയുന്ന പരാതിക്കാരനാണ് ഈ അൻവർ സാദത്ത് എംഎൽഎക്കെതിരെ പരാതി നൽകിയിരുന്നത്. ആ പരാതി എന്ന് പറയുന്നത് വളരെ രസകരമാണ്. കാരണം 2021 മത്സരിക്കുമ്പോൾ അൻവർ സാദത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ SSLC പരീക്ഷ പാസ്സായി എന്നുള്ളതായിരുന്നു. അത് ആലുവ SNDP സ്കൂളിൽ നിന്ന് 1993 പാസ്സായി എന്നായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ 2026 നൽകിയ ഈ സത്യവാങ്മൂലത്തിൽ SSLC പരീക്ഷ പാസ്സായിട്ടില്ല എന്നും പറയുന്നു. അതായത് അവിടെ ഒരു വ്യാജരേഖ നിർമ്മാണം നടന്നു എന്നുള്ളതാണ് പരാതിക്കാരൻ്റെ ആരോപണം. അത് ഈ സത്യവാങ്മൂലം പരിശോധിക്കുമ്പോൾ അത് യാഥാർത്ഥ്യവും കൂടിയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ DGPക്കും അതുപോലെ തന്നെ SP-ക്കും അതുപോലെ തന്നെ SHക്കും ആലുവ SHക്കും പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിലൊന്നും തന്നെ നടപടിയെടുക്കാൻ ഇവരാരും തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത്. ഇയാൾ കടുത്ത നടപടിയിലേക്ക് കടക്കണമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 2023 335, 36, 37, 338 മുതൽ അതുപോലെ തന്നെ 344 വരെയുള്ള വകുപ്പുകൾ ഈ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് ആലുവ MLAക്ക് എതിരായ അൻവർ സാദത്തിന് ചെയ്തിട്ടുള്ളതെന്നും ഇതിന് തെളിവുകളുണ്ടെന്നുമാണ് പരാതിക്കാരൻ പറയുന്നത്. ഇതിന് പുറമെ, അതായത് BNS വകുപ്പുകൾക്ക് പുറമെ IT ആക്ട്, കേരള പോലീസ് ആക്ട് എന്നിവ ചുമത്തി MLAക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്നും ആണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സത്യവാങ്മൂലം എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ അംഗത്വം വരെ, നിയമസഭാ അംഗത്വം വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും കേസെടുക്കാൻ വിസമ്മതിച്ച പോലീസിന്റെ നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പരാതിക്കാരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കോടതി ഹർജി സ്വീകരിച്ച് കേസെടുത്ത് കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അൻവർ സാദത്ത് ഇതിനെ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സത്യവാങ്മൂലം എന്ന് പറയുന്നത് നിസ്സാരമല്ല. നമുക്കറിയാം, ഇതിനു മുമ്പ് പല സംഭവങ്ങളും പല ഇത്തരത്തിൽ ജനപ്രതിനിധികൾക്കും ചെറിയ തെറ്റുപോലും വലിയ രീതിയിൽ വില കൊടുക്കേണ്ട രീതിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു ക്രമക്കേട് അല്ലെങ്കിൽ ഒരു വ്യാജരേഖ ഇക്കാര്യത്തിൽ അതിൽ ചേർക്കപ്പെട്ടു എന്ന് വ്യക്തമാകുന്നത്. 2021 ജയിച്ച പരീക്ഷ എങ്ങനെയാണ് 2026 തോറ്റു എന്ന് സത്യവാങ്മൂലത്തിൽ സമർപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് വളരെ ഉയർന്ന പ്രസക്തവും അതേസമയം തന്നെ രസകരമായിട്ടുള്ള ചോദ്യം. അൻവർ സാദത്ത് MLA ഇതിനെ മറുപടി പറഞ്ഞു തീരും എന്നുള്ളതാണ്. അൻവർ സാദത്ത് MLAക്ക് കുരുക്ക് മുറുകുകയാണ്. പരാതിക്കാരൻ ആദ്യം ഒരു പരാതിയുമായി എത്തുന്നു, പോലീസ് അനങ്ങുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ നിയമ നടപടികളിലേക്ക് കൂടുതൽ കടക്കേണ്ടി വരും എന്നുള്ളതാണ്. അദ്ദേഹം എന്തായാലും മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മിഥുൻ അയ്യപ്പൻ റിപ്പോർട്ട് ചെയ്തത്.